കോഴിക്കോട് വടകരയിലാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിടിച്ചു. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടകരയിൽ നിന്നും മണിയൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് വീടിന്റെ മതിലിടിച്ച്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നത്? കീർത്തന, പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഗുരുതരമായ പരിക്ക് ആർക്കും ഏറ്റിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വടകരയിൽ നിന്നും മണിയൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ട ശേഷം വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറിയത്. ചോയ്നാണ്ടി താഴത്ത് വെച്ച് ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. 15 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ പരിക്കുള്ളതെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആകെ 25ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഉച്ച സമയമായതിനാൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പരിക്കേറ്റവരുടെ എണ്ണം കുറയാൻ കാരണമായതെന്നും ഗുരുതര പരിക്ക് ഏൽക്കാതിരിക്കാൻ കാരണമായതെന്നും പോലീസ് പറയുന്നു. ബസ്സിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വീടിന്റെ മതിലും ഏതാണ്ട് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയെ വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. കീർത്തന. ശരി.